شهر رمضان الذي أنزل فيه القرآن. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് നമുക്ക് ഉദ്ധരിച്ചു തരുന്ന ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ച വലിയ ഒരു പാഠമുണ്ട്. ഇന്നത്തെ തലമുറയിൽ ധാരാളം ആളുകൾ, നമ്മളൊക്കെ തന്നെ വിവിധങ്ങളായ ടെൻഷൻ അനുഭവിക്കുന്ന, സ്ട്രെസ് അനുഭവിക്കുന്ന, ഒരുപാട് ജീവിത പ്രതിസന്ധികളിൽ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഹദീസ് നമ്മളെ വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കണം. അള്ളാഹു എങ്ങനെയാണ് നിങ്ങളുടെ സൃഷ്ടികർമ്മം നിർവഹിച്ചത്, അതിൻ്റെ ആദ്യഘട്ടം നിർവഹിച്ചത് എന്ന് തിരിച്ചറിയണം. ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖഹു ഫി ബത്നി ഉമ്മിഹി അർബഈന യൗമൻ നുത്ഫ. 40 ദിവസം മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിങ്ങളൊരു ഭ്രൂണമായിരുന്നു. സുമ്മ യക്കൂനു അലക്കത്തൻ മിസ്ല ദാലിക്. പിന്നീടൊരു 40 ദിവസം അലക്ക എന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നു. സുമ്മ യക്കൂനു മുളുകത്തൻ. നമുക്കറിയാം, രക്തപിണ്ഡം, മാംസപിണ്ഡം, രക്തപിണ്ഡം എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നവരാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറുകയാണ്. ആദ്യം ഒരു നുത്ഫയായി മാറുന്നു, പിന്നീട് അതൊരു അലക്കത്തായി മാറുന്നു, പിന്നീട് അതിനെ മുളുക എന്ന് വിശേഷിപ്പിച്ച ചവച്ചരക്കപ്പെട്ടത് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യമാണ് മാതാവിൻ്റെ ഗർഭാശയത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രൂപപ്പെടുന്നത്. പിന്നീടാണ് നമ്മൾ ഈ ഹദീസിൻ്റെ ഏറ്റവും പ്രധാനമായ ഭാഗത്തേക്ക് വരുന്നത്. സുമ്മ യുർസൽ ഇലൈഹി അൽ മലക്. പിന്നീട് ഒരു മലക്കിനെ അള്ളാഹു നിശ്ചയിക്കുന്നു ആ ഭ്രൂണാവസ്ഥയിലുള്ള, ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിനടുത്തേക്ക്. ഫയംഫഖ് ഫീഹി അറൂഹ്. ആ അവസ്ഥയിലാണ് ആ കുഞ്ഞിലേക്ക് റൂഹിനെ, മനുഷ്യനെന്ന അവൻ്റെ ജസദിൻ്റെ ശരീരത്തിൻ്റെ കൂടെ ഒരു ഊർജമായി നിലനിൽക്കുന്ന, നാം ജീവൻ എന്ന് പറയുന്ന റൂഹിനെ സന്നിവേശിപ്പിക്കുന്നു. ആ റൂഹ് സന്നിവേശിപ്പിക്കപ്പെടുന്നതോടുകൂടിയാണ് കുട്ടി അനങ്ങുന്നു എന്ന് നമ്മൾ പറയുന്നു, നമുക്ക് ജീവൻ വരുന്നു എന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്നിട്ട് അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. വയുമർ ബി അർബഇ കലിമാത്തിൻ. 4 കാര്യങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി രേഖപ്പെടുത്താൻ അള്ളാഹു കൽപ്പിക്കുകയാണ് ആ മലക്കിനോട്. ബിക്കത്ത് ബി റിസ്ഖിഹി. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിൻ്റെ ഉപജീവനം, ജീവിതാന്ത്യം വരെയുള്ള ഉപജീവനം എങ്ങനെയായിരിക്കണം. വ അജലിഹി. ആ കുഞ്ഞിൻ്റെ ആയുസ് എത്രയായിരിക്കണം. വ അമലിഹി. ആ കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം. വ ഷഖിയുൻ ഔ സഈദുൻ. ആ കുഞ്ഞ് സൗഭാഗ്യവാനാവണമോ അതല്ല ദൗർഭാഗ്യവാനാകണമോ. ഫവല്ലാഹില്ലദീ ലാ ഇലാഹ ഗൈറുഹു ഇന്ന അഹദക്കും ലയഅമൽ ബി അമലി അഹ്ലിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോവുകയാണ്. ഈ 4 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് റിസ്ക്, ഉപജീവനം, മറ്റൊന്ന് ആയുസ്, മറ്റൊന്ന് കർമ്മങ്ങൾ, നാലാമത്തത് സൗഭാഗ്യവാനാകണമോ ദൗർഭാഗ്യവാനാകണമോ. ഈ 4 കാര്യങ്ങൾ ജീവിതത്തെ മുച്ചൂടും എല്ലാ തലത്തിലും ഉൾക്കൊള്ളുന്നവയാണ്. ഇത് 4ഉം ദൈവം മാതാവിൻ്റെ ഗർഭാശയത്തിലിരിക്കുന്ന സമയത്ത് തന്നെ രേഖപ്പെടുത്തുന്നു എന്നതാണ്. ആ രേഖയനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുതിർന്നയാളായി മാറുമ്പോൾ അയാൾക്ക് ലഭിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ, ദൈവത്തിൻ്റെ ഒരു തീരുമാനമനുസരിച്ചാണ് ജീവിതത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ദൈവത്തോട് കടപ്പെട്ടിരിക്കുകയും എവിടെയെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾ അതേ ദൈവത്തോട്, പടച്ച തമ്പുരാനോട് ആവർത്തിച്ച് ചോദിക്കുകയും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരണമേ,
അതിന് ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞ ആരും അള്ളാഹുവിൻ്റെയും മതത്തെ നിഷേധിക്കാനോ ദൈവത്തെ നിഷേധിക്കാനോ നിൽക്കേണ്ടതില്ല. പരിശുദ്ധമായ റമളാനിലാണ് നമ്മളുള്ളത്. ആ റമളാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, ഈ റമളാൻ ഓരോ ദിവസവും രാത്രിയിൽ പടച്ച തമ്പുരാൻ അവൻ്റെ തീരുമാനത്തിൽ നിന്ന് ചില ആളുകളെ, ഏതാനും ആളുകളെ, നിശ്ചിത ശതമാനം ആളുകളെ നരകവഴിയിൽ നിന്ന് മാറ്റി സ്വർഗവഴിയിലേക്ക് നിശ്ചയിക്കുന്ന റമളാനാണിത്, ഓരോ റമളാനും. അതേപോലെ തന്നെ ലൈലത്തുൽ ഖദർ, ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ, ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാവണമെന്ന് നിശ്ചയിക്കുന്നത് റമളാനിലാണ്. ഇങ്ങനെയെല്ലാമുള്ള അവസരങ്ങൾ അള്ളാഹു നമുക്ക് തരാണ്. അപ്പോൾ നമ്മളുടെ മുമ്പിലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, പടച്ച തമ്പുരാൻ നിശ്ചയിച്ചു തന്ന വലിയ ഒരു ജീവിതമാണ് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, വേഷം പകർന്നുകൊണ്ടിരിക്കുന്നത്. ആ ജീവിതത്തിൽ അള്ളാഹ് നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കും എന്നൊരു ബോധത്തോടു കൂടി ഏറ്റവും ആത്മസംതൃപ്തിയോടെ മുന്നോട്ട് പോവുക. എവിടെയെങ്കിലുമൊക്കെ ഒരു പിഴവുകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചില വീഴ്ചകളോ നമ്മൾ പോരായ്മകളോ തോന്നുന്നെങ്കിൽ അത് പരിഹരിച്ചു തരാൻ അതേ പടച്ച റബ്ബിനോട് ആവർത്തിച്ചു പറഞ്ഞാൽ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും അവൻ നമുക്ക് അനുകൂലമായ തീരുമാനങ്ങൾ നൽകുകയും ചെയ്യുമെന്ന് ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗത്ത് പടച്ച തമ്പുരാനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലൊരു നിരാശയില്ലാതെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ആണ് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.